വെള്ളാപ്പള്ളി ഇടങ്കോലിട്ട് തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരുടെ ഈ ചതി ഇനി ഈഴവരുടെ നേരെ നടക്കില്ല. കുറേ കാലം ഈഴവരുടെ വോട്ടുമൊക്കെ വാങ്ങി അതിലൂടെ നിങ്ങൾ അധികാരത്തിലിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കാര്യം കണ്ടു കഴിയുമ്പോൾ കറിവേപ്പില പോലെ എടുത്തു കളയുന്ന ഈ പരിപാടി ഇനി നടക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നത്. ഈഴവ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് 24-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട്. CPM-ലും ഈഴവ വോട്ടുകൾ നന്നായി ചോർന്നിട്ടുണ്ടെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒരു അഴിച്ചുപണിയൊക്കെ നടത്തി സുധാകരനെ അങ്ങ് മാറ്റി. തീയ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. എന്നിട്ട് അവിടെ ക്രൈസ്തവരെ കൊണ്ടുവന്നു. ക്രൈസ്തവ വോട്ടുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് BJPയോട് ചേർന്ന് നിൽക്കുകയാണ്. ക്രൈസ്തവർ പൊതുവെ BJPയോടും നരേന്ദ്രമോദിയോടും ഒരു അനുഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അത് അവർക്ക് വോട്ടായി മാറും എന്നറിയാം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുകയും അതിൻ്റേതായ നീക്കം നടത്തുകയും ചെയ്യുന്നു. തൃശ്ശൂരിൽ BJPക്ക് ക്രൈസ്തവ വോട്ടുകൾ എത്രത്തോളം കിട്ടി എന്നുള്ളതും UDF മനസ്സിലാക്കുന്നുണ്ട്. അവിടെ സുരേഷ് ഗോപി നടത്തിയ ഒരു നീക്കവും വലിയ ഒരു അടുപ്പവും നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ PC ജോർജും ഷോൺ ജോർജും BJPയോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് നന്നായിട്ട് സമാഹരിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ജേക്കബ് തോമസും അൽഫോൻസ് കണ്ണന്താനവും ഇങ്ങനെ ഒരു പ്രഗത്ഭരുടെ നിര തന്നെ ഈ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് BJPയിൽ ഉണ്ട്. അപ്പോൾ ആ BJPയിലേക്ക് പോയ വോട്ട് തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈഴവ സമുദായത്തിൻ്റെ വോട്ടിനകത്ത് വീണ്ടും ചോർച്ച സംഭവിക്കാൻ പോവുകയാണ്. ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇതെന്തായാലും UDFന് ഇക്കുറി വലിയ വിനയം ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം, 2021 ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോയി. ജോസ് കെ മാണിയെ നന്നായിട്ട് ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് പിണറായി വിജയൻ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയതും അതുകൊണ്ട് ഗുണമുണ്ടായി. പക്ഷെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് ജോസ് കെ മാണിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലെന്നേ ഉള്ളൂ. അത് CPM മുതലെടുക്കുകയും ചെയ്തു. കാരണം ജോസ് കെ മാണിയുടെ ബാർഗെയിനിങ് ഒന്നും തന്നെ CPMനകത്ത് നടക്കത്തില്ല. അത് പിന്നെ ഒരു ഘടകകക്ഷികളുടെയും ബാർഗെയിനിങ് നടക്കാത്ത ഒരിടമാണ് LDF എന്ന് പറയുന്നത്. CPM അത്രത്തോളം ഏകാധിപത്യ ശക്തിയായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ സുധാകരനെ മാറ്റിയിട്ട് പകരം അവർ ഈഴവ സമുദായത്തിന് നൽകിയിരിക്കുന്ന അടൂർ പ്രകാശിനെ എടുത്ത് UDFന്റെ കൺവീനറാക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വെള്ളാപ്പള്ളി തൃപ്തനല്ല. UDFനെ കൊണ്ടുവന്ന് UDFന്റെ ഒരു കൺവീനർ സ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ നേട്ടവും ഇല്ല, മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഈ ഘടകകക്ഷികളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പുറത്തുള്ള ഘടകകക്ഷികളെ ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നും കൂടി നോക്കണം. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പുറത്തുള്ള ഘടകകക്ഷികൾ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറെടുക്കില്ല. കാരണം കോൺഗ്രസ് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു വള്ളമാണ് എന്ന് പലർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് ചാടി കയറില്ലല്ലോ ആരും. അപ്പോൾ തീർച്ചയായിട്ടും ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് BJPയിലേക്ക് പോയത് അത് മുൻപ് കുറച്ച് വോട്ടുകളായിരുന്നുവെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് കൂടുതലായിട്ട് മാറും, BJPക്ക് അനുകൂലമായിട്ട് മാറും. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് നന്നായിട്ട് മാറും എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിനുണ്ട്. അതിൽ പോലും ചോർച്ച ഉണ്ടായി എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതിനെയൊക്കെ ഇവർക്ക് സംഭവിച്ചത് ഇവർ ലീഗിനെ എത്രത്തോളം വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ളതാണ്. ലീഗിനെ ഇത്ര വളർത്തിക്കൊണ്ട് വന്നതാണ് കോൺഗ്രസിനുണ്ടാക്കിയ ഏറ്റവും വലിയ നാശവും അവരുടെ വോട്ട് മറ്റ് സമുദായങ്ങളിൽ നിന്ന് ചോർച്ചയുണ്ടായത്. ഇപ്പോൾ തന്നെ ഇവിടെ അമരത്ത് ഒരു പുനഃസംഘടനയൊക്കെ നടത്തിയല്ലോ. എന്തുണ്ടായി? മുസ്ലിം സമുദായത്തിൽ നിന്ന് ഷാഫി പറമ്പലിന് കൊടുത്തു,
ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് അനിൽകുമാർ എന്നുള്ള രീതിയിൽ, പിന്നെ നായർ വിഭാഗത്തിൽ നിന്ന് വിഷ്ണുനാഥ്, ഇതിത്രയൊക്കെ ഉണ്ടായുള്ളൂ. അവർക്കൊന്നും വലിയ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. പ്രധാനി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആൾ തന്നെ കൊടുത്തു എന്നുള്ളതാണ്. അത് ഉയർത്തിക്കാട്ടുന്നതാണ്. സുധാകരനെ അങ്ങ് ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ അത് എന്ത് ഉന്നത സ്ഥാനമാണെന്നും പ്രത്യേക ക്ഷണിതാവെന്നൊക്കെ പറയുന്നതും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിനകത്ത് പ്രത്യേക ക്ഷണിതാവോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അധ്യക്ഷന് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം സോണിയയും രാഹുലും പ്രിയങ്കയും ഇനിയിപ്പോൾ എന്നല്ല, വധേരെ എല്ലാവരും കൂടെ തീർച്ചപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലാതെ മല്ലികാർജുൻ ഖാർഗെ അവർ പറഞ്ഞു പഠിപ്പിച്ച് വിടുന്നത് വന്നിരുന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഖാർഗയ്ക്ക് ഈ ഒരു പ്രായത്തിനകത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് ഇതിലോട്ട് വരാൻ നോക്കി. പക്ഷേ ഗെഹ്ലോട്ടിന് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം കളയാനും വയ്യ. അദ്ദേഹത്തിന് രണ്ടും കൂടി കിട്ടിയാൽ എടുക്കാമെന്നുള്ള മട്ടിലിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് രാജസ്ഥാൻ മുഖ്യമന്ത്രി പദവും പോയി എന്നുള്ളതാണ്. എന്തായാലും ഗെഹ്ലോട്ടായാലും അതുപോലെ തന്നെ ഖാർഗെ ആയാലും അവിടെ അവർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തന്നെ മാത്രമേ ഇങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കത്തുള്ളൂ. പിന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തന്നെ ലീഗിനെയാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത്. ലീഗിനോടാണ് കൂടുതൽ അവർക്ക് താല്പര്യം. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താ? കേരളത്തിൽ ലീഗിൻ്റെ ഭരണമായിരിക്കും വരാൻ പോകുന്നത്. ഇത് വെള്ളാപ്പള്ളി നടേശൻ നല്ലവണ്ണം തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് വെള്ളാപ്പള്ളി അതിനെതിരെ ശക്തിയോടുകൂടി രംഗത്ത് നിൽക്കുന്നത്. ഈഴവ വോട്ടുകൾ ഇപ്പം ചോദിക്കും, വെള്ളാപ്പള്ളി പറയുന്നവരാണോ ഈഴവന്മാരെല്ലാം വോട്ട് ചെയ്യുന്നതെന്ന്. ചില കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി അങ്ങോട്ട് മുമ്പോട്ട് വയ്ക്കും. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജാതി സമവാക്യം കൃത്യമായി നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത്തരത്തിൽ തന്നെ ആയിരിക്കും പ്രവർത്തനം നടക്കാൻ പോകുന്നതും. ഇതൊക്കെ നോക്കിക്കോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ആടി ഉലയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇവർക്ക് പാളിച്ച സംഭവിച്ചിരിക്കുന്നു. 26-ൽ ഇവർക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. UDFന് തന്നെ വലിയ ക്ഷീണമുണ്ടാകും. ഒരുപക്ഷെ അടൂർ പ്രകാശിന് UDFനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ വോട്ട് കിട്ടിയ അധികാരത്തിൽ വരണ്ടേ? അതില്ലെങ്കിൽ പിന്നെ UDF തന്നെ അപ്രസക്തമായി തീരും. അങ്ങനെ അപ്രസക്തമായി തീരുമ്പോൾ ഘടകകക്ഷികൾ വേറെ വഴി നോക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പലയിടങ്ങളിലേക്കും നോട്ടവിട്ടിട്ടുണ്ട്. ചെറുഘടകകക്ഷികൾ NDAയിലേക്ക് പോലും പോകുമെന്നുള്ളതാണ്. കേരളത്തിൽ NDA മുന്നണി വിപുലീകരിക്കും. ആ വിപുലീകരണത്തിലൂടെ NDA കേരളത്തിൽ ശക്തിപ്പെടും. BJP തന്നെ അല്ലാതെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നണി വിപുലീകരണവും അനിവാര്യമാണ്. LDFിൽ നിന്ന് പോലും ചിലപ്പോൾ ഘടകകക്ഷികളുടെ പിന്മാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഈഴവരെ തൊട്ടുള്ള കളി വേണ്ട എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്.